ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ. എപ്പോഴും നമ്മൾ ഒരു ടൈപ്പ് ചെമ്മീൻ റോസ്റ്റ് അല്ലേ ഉണ്ടാക്കല്, ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. റെസിപ്പിയിലേക്ക് പോകും മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഒരു 350 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റല്ലോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിലല്ല, ബട്ടറിലാണ്. അതാണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ് വരുന്നത്. ഈ ഒരു ടൈപ്പ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ബട്ടറിനെ യൂസ് ആക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സെയിം ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഈ ബട്ടർ ഒന്ന് മെൽട്ട് ആക്കി എടുക്കാം. ബട്ടർ മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അധികം കുക്കൊന്നും ചെയ്യണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇത് ഡയറക്റ്റ് നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കും. ഇനി പൗഡേഴ്സ് ആയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുരുമുളക് പൊടിന്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കാശ്മീരി മുളക് മതിയായിരിക്കും. ജസ്റ്റ് ഒരു കളറിനും ടെക്സ്ചറിനും വേണ്ടി മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഈ ഒരു ടൈമിൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ഈ ഒരു ടൈമിലും കൂടി ബട്ടർ തന്നെ ചേർക്കണ്ടേ, പക്ഷെ എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ ചേർക്കാതെ. നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ടൈമിലും ബട്ടർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് ഐറ്റംസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള തക്കാളി, 3-4 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ 2 പച്ചമുളക് റൗണ്ട് ആക്കി കട്ട് ചെയ്തത്, ഇത്രയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ചെറിയുള്ളിയാണ്. ഞാനിപ്പോ ഇതാ ചെറിയുള്ളി നല്ല രീതിയിൽ നൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടറിന്റെയും ചെറിയുള്ളിയുടെയും ടേസ്റ്റ് ഒക്കെയാണ് ഈ ഒരു റോസ്റ്റിൽ മുന്നിട്ട് നിൽക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിൽ ചെറിയുള്ളിയും 1 കപ്പ് അളവിൽ വലിയുള്ളിയും മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. എന്നാലും മൊത്തത്തിൽ ചെറിയുള്ളി ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഈ ചെറിയുള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി, ഓവറായിട്ട് വഴന്ന് വരുമൊന്നും വേണ്ട. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ റൗണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും. ഇതെല്ലാം സത്യം പറഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്പാണ്. കാരണം വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും പണിയായിട്ട് തോന്നുന്നത്. ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരുപാട് വഴന്ന് ഓടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി ഇങ്ങനെ ഓരോ സ്റ്റെപ്സ് ഫോളോ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ആയിട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഇത്രയും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇനി ഇതിന്റെ പച്ചമണെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ ഒരു 2 സെക്കൻഡ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ ഇത്രയേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അളവ് കൂട്ടിയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ചെറിയൊരു ഗ്രേവി കൺസിസ്റ്റൻസി വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളം, ഒരു 2-3 ടീസ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ പൊടികളെല്ലാം ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സംഭവം സിമ്പിളായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. ആ ഒരു ബട്ടറിൻ്റെയും അതേപോലെ തന്നെ ചെറിയുള്ളിയുടെ എല്ലാം ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന നേരം ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ലാസ്റ്റ് ആയിട്ട് ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട്. കുറച്ച് ഞാൻ ഒറിഗാനോ ഇലയിൽ തൂവി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും. അതോടെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെയൊക്കെയും അടിപൊളി കോമ്പിനേഷന്. ചപ്പാത്തി, പൊറോട്ട, ദോശ, പുട്ട്, എല്ലാത്തിൻ്റെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ. ഇതിന്റെ ഫ്ലേവർ അടിപൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, അടിപൊളിയാ. ഞാനിപ്പോൾ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് എടുത്തിട്ടുള്ള നല്ല ചൂട് പൊറോട്ടയും ഈ ചെമ്മീൻ റോസ്റ്റും നല്ല അടിപൊളിയേനു. അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ റെസിപ്പീസും വ്ളോഗ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇൻഷാല്ല
ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.